ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സാധാരണക്കാര് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, തങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് ഏറ്റെടുക്കാൻ ഒരാളുണ്ടായിരിക്കണം. ആരുടെയെങ്കിലും പുറത്തതൊന്ന് ചാരി വെച്ചു കൊടുത്താൽ താൻ രക്ഷപ്പെട്ടു എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇതിൽ നിന്നും വരുന്ന ദോഷത്തിന്റെ കാര്യങ്ങളോ ഇതിൽ നിന്നും വരുന്ന ശാപത്തിന്റെ കാര്യമോ അവർക്കൊരു വിഷയമേ ഇല്ല. കാലം എത്ര കഴിഞ്ഞാലും ശരി തന്നെ നാം ചെയ്ത തെറ്റിന്റെ ഫലം നാം തന്നെ അനുഭവിക്കണം. യയാതിക്ക് ഒരു ശാപം കിട്ടി. ആ ശാപത്തിൽ നിന്നും മോചനവും കിട്ടി. ആ ശാപം ഇങ്ങനെയായിരുന്നു: തൻ്റെ യൗവനം നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിലേക്ക് താൻ പോകണമെന്നും അതിന് പ്രായശ്ചിത്തം ചെയ്താൽ, അതായത് അതിന് പ്രതിവിധിയുണ്ട്. ആ പ്രതിവിധി എന്ന് പറയുന്നത് ആരെങ്കിലും ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും മോചിതനാവുകയും ചെയ്യാം. പക്ഷേ ആരോട് ചോദിച്ചിട്ടും തൻ്റെ ജരാനര ആരും എടുക്കാൻ തയ്യാറായില്ല. പക്ഷേ പുരു എന്ന മകൻ അത് ഏറ്റെടുക്കുകയും അച്ഛനെ അതിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു. പക്ഷേ യയാതിക്ക് അതേ കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. തിരിച്ച് പുരുവിന് തന്നെ കൊടുത്തു. അപ്പം നമുക്ക് എന്ത് കിട്ടിയാലും ശരി തന്നെ മറ്റുള്ളവർ പറയും പോലെ, മുതിർന്ന ആൾക്കാർ പറയും പോലെ ഏച്ചു വച്ചാൽ മുഴച്ചു തന്നെ ഇരിക്കും. അത് കാരണം നമ്മളുടെ തെറ്റ് നാം തന്നെ തിരുത്തി മുന്നോട്ട് പോകുന്നതിനേക്കാളും എളുപ്പവഴി വേറെ ഒന്നും തന്നെയില്ല. അവനവൻ്റെ തെറ്റുകൾ തിരുത്തി അവനവൻ്റെ കറകൾ കളഞ്ഞ് അവൻ മുന്നോട്ട് പോകുമ്പം അവന് കിട്ടുന്ന ഭാഗ്യവും ഫലവും വളരെ വലുതാണ്. തിരിച്ചയാൾ കിട്ടുന്നത് വളരെ ദുഃഖവുമാണ്. അതിന് നമ്മളൊരു ഇടവരുത്താതെ നമ്മൾ ഭഗവാനോട് ചേർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗ്യവും ഭഗവാന് തരാൻ പറ്റും. നമ്മൾ അതെടുത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനും സാധിക്കും. ഈ മഹാഭാഗ്യം എല്ലാവർക്കും കിട്ടും. എല്ലാവരും ഇതെടുക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.